വെക്കേഷനായിട്ട് എന്നെ എവിടെയും വിട്ടില്ലേ, ഞാനെവിടെയും പോയില്ല, ഒരു സിനിമയ്ക്ക് പോലും കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ മാളു. എന്നാൽ പരാതി അങ്ങ് തീർത്തേക്കാന്ന് ഓർത്ത് ഞങ്ങൾ പോവാണ് കേട്ടോ. നോലോട്ടിന് ഇന്നലെ വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തു, ഒരു ഫിലിമിന് പോവാണ് കേട്ടോ. എമ്പുരാൻ കാണാൻ പോകണമെന്ന് ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂടങ്ങ് പോയി. മാളും പറഞ്ഞു എന്നാൽ പിന്നെ അത് കാണണ്ടാന്ന്. അമല് പോയി കണ്ടു കേട്ടോ. അമലും എമ്പുരാനും കണ്ടു, ഞങ്ങൾ കാണാൻ പോകുന്ന ഫിലിമും കണ്ടു കേട്ടോ. അമലു ഫ്രണ്ട്സിൻ്റെ കൂടെ പോയത്, അതുകൊണ്ട് മാളുവിനെ വിട്ടില്ല. അപ്പോൾ അതിന് മാളുവിന് ചെറിയൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫിലിം സിറ്റി എത്തി കേട്ടോ. വണ്ടി താഴോട്ട് കൊണ്ട് വെക്കണം. ശരിക്കും പറഞ്ഞാൽ മാളുവിന് വെക്കേഷൻ എന്ന് പറയാൻ ഇത്രയും നാളായെങ്കിൽ വീട്ടിൽ ശരിക്കും ഇരിക്കാൻ പറ്റിയില്ല. വേദാട ക്ലാസ് ഉണ്ടായിരുന്നു, എക്സാം ഉണ്ടായിരുന്നു, പിന്നെ ഗൈഡിൻ്റെ ക്ലാസ് ഇടയ്ക്കിടയ്ക്കുണ്ട്. ഇനി നാളെ ശരിക്കും അവൾക്ക് ഗൈഡിൻ്റെ ക്യാമ്പാണ് 3 ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ നാളെ കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം കഴിഞ്ഞാൽ കൊച്ചു വരുള്ളൂ. അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും വന്നില്ല, പിന്നെ കാണലൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നോലോട്ടം വന്നപ്പം ശരിക്കും നോലോട്ടിന് ഫിലിം കണ്ടതാണ് കേട്ടോ. ആലപ്പുഴ ജിങ്കാനയാണ് അവൻ കണ്ടതാണ്. പക്ഷെ ഞങ്ങളുടെ കൂടെ വീണ്ടും വന്നതാണ് കേട്ടോ. അപ്പം മാളുവിന് ഒരു പോപ്കോണൊക്കെ വാങ്ങി ഞങ്ങൾ കാണാൻ വേണ്ടി കയറി കേട്ടോ. ഒരുപാട് ആളൊന്നുമില്ല, ഹൗസ്ഫുള്ളൊന്നുമല്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്നാണെന്നറിയത്തില്ല, ഫിലിം ഇഷ്ടപ്പെട്ടു, മാളുവിന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പിള്ളേർക്കൊക്കെ കാണാൻ നല്ല സിനിമയാണ്, കുഴപ്പമൊന്നുമില്ല. സ്പോർട്സിൻ്റെ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫിലിമൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി. തിരിച്ച് വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ശരിക്കും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. നല്ല ചെറുതായിട്ടൊന്ന് കഴിക്കാൻ നേരത്ത് കയറി. അപ്പം നോലോട്ടിന് പഴംപൊരി ബീഫാണ് വാങ്ങി കേട്ടോ. മാളുവിന് ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നെ മാളും അത് വാങ്ങി കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഞങ്ങളിങ്ങ്